ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ വിളിക്കാൻ പോവാണ്. ഹലോ ഗായ്സ്, ഹലോ പറഞ്ഞേ. ഹലോ, ഇന്ന് ഞങ്ങളുടെ ശ്രീനാരായണ ലോ കോളേജ് പുത്തോട്ട 2024 അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ഇയർ ക്രിസ്മസ് ആഘോഷമാണ്. ഞങ്ങളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം അപർണയുടെ വീട് ഞങ്ങൾ ഗ്രീൻ റൂം ആക്കി മാറ്റി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്വന്തം ട്രോഫീൻ്റെ അടുത്ത് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ടുട്ടുരുവാവ. ആ, ദമ്പുടു. അതായത് ഡമ്പുടു ഡുംബുടു ഡുംബുടു. ഹായ് പറഞ്ഞേ, ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറഞ്ഞേ. ഹലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അണിയറ പ്രവർത്തനങ്ങളോട് നടക്കുന്നു. ഹരിക്കുട്ടൻ എന്താ എണ്ണ തയ്ച്ച് വരണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ്ട് സ്കൂപ്പിട്ട് കുളിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരാൾ ഡ്രസ്സിനെ മാറി ഇനി എടുത്തതാണ് നന്ദനക്കുട്ടൻ. അവിടെ ലിപ്സ്റ്റിക്കിലായിട്ട് ഐഷാഡോ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പാവം അവിടെ ഇരുന്ന് സാരി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, ശേഷം റെഡി ആയി കഴിഞ്ഞ് അല്ലേ? ശേഷം റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റെഡി ആയി. ഹായ്, ഇവിടെ നന്ദനക്കുട്ടി ഹെയർ സ്റ്റൈല് കഴിഞ്ഞ. ഇതിപ്പോ കണ്ടാ പറയും എന്താന്ന്, മറ്റേ ഫെയർവെല്ല്, പക്ഷെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഇനി നമുക്ക് കോളേജിൽ ചെന്നിട്ടാണ്. ആ, പിന്നെ പറയാൻ വേണ്ടിയിട്ടുള്ളത്, സ്മരിക്കാനുണ്ട്. ഈ അയ്യിൽ പണിത ഗോപുരത്തിന്റെ എല്ലാ പ്രൊഡക്റ്റിന്റെ ഉടമസ്ഥയാണ് ഇത്. ഇനി കൈ കിടക്കുന്ന വാച്ചിന്റെ ഉടമസ്ഥയാണ് നേരത്തെ പോയ നന്ദു, നന്ദനമോൾ. ഇനി എന്താ ബ്ലൗസ് സാരിയുടെ സ്വന്തം. അയ്യോ, സ്വന്തം എന്ന് പറഞ്ഞാൽ ഇരുപത് തല്ലും. ഇതിൽ ഇരുണ്ട് അങ്ങനെ എന്റെ സാരിയുടെ ഒരു പട്ടി ഊരടി എന്നൊക്കെ പറയുവാണെങ്കിൽ. ഓക്കെ, എല്ലാരും ഒന്ന് വന്നേ, തലയും കൊണ്ട് മാത്രം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഒരെണ്ണം പോയി. കോളേജിലെത്തി. വൈബ് സാന്റ വിത്ത് സപ്പൂപ്പൻ. അപ്പൂപ്പൻ നമ്മുടെ ചാനലിൽ കയറിയേ. വഴിതെറ്റി വന്നിട്ട് അപ്പൂപ്പൻ എങ്ങോ പോയി. കേക്കും കൊണ്ട് ആ ചേച്ചിയും പോയി. സാന്റ ആണെങ്കിൽ തുള്ളിക്കൊണ്ടും പോയി. പിന്നെ കോളേജിലേക്കുള്ള എൻട്രി ആയിരുന്നു. എൻട്രി ആയപ്പോൾ ദാ അടുത്ത സാന്റ പോന്നു. ഞങ്ങളുടെ ബാച്ചിൻ്റെ പുൽക്കൂട്. സമ്മാനം ഒന്നും കിട്ടിയില്ലെങ്കിലും ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട കുറച്ച് പിള്ളേർ. പിന്നെ അങ്ങോട്ടൊരു സംഗീത കച്ചേരിയായിരുന്നു. കരോത്സവം കോമ്പറ്റീഷൻ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയായിരുന്നു അവിടെ ഞാൻ കണ്ട മുഖങ്ങൾ. സാന്റാനെ കണ്ട് തുള്ളിച്ചാടി ഒരു ഫോട്ടോ അങ്ങെടുത്തു. പിന്നെ അങ്ങോട്ട് ഓരോ വ്യക്തിയും എൻ്റെ ഓരോ സ്റ്റോപ്പായിരുന്നു. എല്ലാവരെയും വിഷൊക്കെ ചെയ്ത് അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ താഴത്ത് നടക്കുന്ന പ്രോഗ്രാംസൊക്കെ കണ്ടു. എല്ലാവരും മത്സരിച്ചങ്ങോട്ട് പാടുന്നുണ്ടായിരുന്നു. പ്രൈസിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്രത എനിക്ക് എല്ലാ പെർഫോമൻസിനും കാണാനായിട്ട് പറ്റി. അങ്ങനെ എല്ലാവരുടെയും ഞാൻ എടുത്തില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കോളേജിൽ വന്നതിന് ശേഷം ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട് എന്നൊരു ബഹളം ഞാൻ കേട്ടത്. ഇതാണ് ഞങ്ങളുടെ കോളേജ്. വേറെ പ്രത്യേകിച്ച് ഏരിയൊന്നുമില്ല, ആകെയുള്ള ഇത്ര ഏരിയ ആണ്. ഇവിടെയൊക്കെ ഇന്ന് പിള്ളേർ പ്രോഗ്രാം കാണും. പിന്നെ നടന്നത് ക്ലാസ്സിലെ ചെറിയൊരു കേക്ക് കട്ടിംഗ് ആണ്. ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടവൻ്റെ നേതൃത്വത്തിൽ 2 ബാച്ച് എന്നുള്ള വേർതിരിവൊന്നുമില്ലാണ്ട് പിള്ളേർ മുഴുവനും സഹകരിച്ച് വാങ്ങിയ വലിയ കേക്ക് അത് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും പിന്നെ ബാച്ച് എ ബിയുടെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ വിളിക്കാൻ പോവാണ്. അക്കാഡമിക് ജീവിതം Happy New Year.
കോളേജിൽ വന്നിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാമാണ് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ. ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആവാനായിട്ട് ഇതാ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും അഡ്വാൻസ് മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു അടിപൊളി വർഷാവട്ടെ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അത് തിന്നുന്ന ധൃതിയിലായിരിക്കും. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാം ബാച്ച് എയുടെ, അതായത് എൻ്റെ വരുംകാല ട്യൂട്ടറാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു 120 എബവ് പിള്ളേരുണ്ട്. സെക്കൻഡ് സെം ആകുമ്പോഴേക്കും ഞങ്ങൾ 2 ബാച്ചാവും. അപ്പോൾ അതിന് മുന്നേ ഉള്ള സെലിബ്രേഷൻ കൂടിയാണിത്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തവർ മാത്രമല്ല, രഘുറാം, ആദിത്യ, മഹിമ, അവരൊക്കെയായിരുന്നു ഈ ഒരു സെലിബ്രേഷൻ്റെ റെപ്പ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ എനിക്കും കേക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ കേക്ക് കഴിക്കാൻ പോകുന്ന സമയമാണിത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷിങ്ങും കേക്ക് കൊടുക്കലും പിന്നെ അത് കഴിഞ്ഞ് വൈൻ കുടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിനിടയിലും അവിടെ താഴത്തെ പരിപാടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പരിപാടിയിലോട്ട് പോയി. ബാക്ക് ടു പ്രോഗ്രാംസ്. പിന്നെ കണ്ടങ്ങ് ആസ്വദിക്കലായിരുന്നു. പിന്നെ വീണ്ടും ബാക്ക് ടു പ്രോഗ്രാംസ്. 2024 നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പേര് ഇതാണ്, ഹല്ലേലൂയ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും നമ്മൾ പ്രോഗ്രാംസൊക്കെ കണ്ട് ആസ്വദിച്ചു. എല്ലാ ബാച്ചും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. ഞങ്ങളും ഒരു ഡാൻസൊക്കെ കളിച്ചായിരുന്നു. പിന്നെ സ്റ്റേജിനേക്കാളും ഇതുപോലുള്ള കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ക്ലാസ് റൂമിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. രാവിലെ തന്നെ പട്ടിണിക്ക് വന്നതുകൊണ്ട് വിശപ്പ് മുട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ചോദ്യം അവരോട് ചോദിച്ചു. പരിപാടികളൊക്കെ ഇതോട് കൂടിയിട്ട് ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്താണ്. ഈ ബിരിയാണി തന്ന് സ്പോൺസർ ചെയ്ത ത്രിപതിക്ക് നന്ദി. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എങ്ങനെയുണ്ട് ഹരിക്കുട്ട ബിരിയാണി? ബിരിയാണി സൂപ്പറാ. ഡാൻസോ? ഡാൻസ് കൊള്ളൂല. നേരത്തെ കേട്ടതിന്റെ വോയിസ് കിട്ടിയില്ല. ഇപ്പൊ പറഞ്ഞോ ഡാൻസിനെ പറ്റിയുള്ള അഭിപ്രായം. നല്ല പാഷന്റെ പാല് ഇനിയിപ്പൊ ബിരിയാണി. അതുകൊണ്ട് ഇനി മുതൽ തീരുമാനിച്ചു ഞാൻ വേറെ മാച്ചാണെങ്കിൽ ഞാൻ ഈ മാച്ചിലൊന്നും കളിക്കാം. ഇനി അപർണ സിംഗിൾ കളിച്ചാലും ഗ്രൂപ്പ് കളിക്കില്ലേ? ഓക്കെ, പറ. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയൂ. ഒരു പോപ്പുലർ ഡാൻസ്. ഓക്കെ, ഇൻട്രോ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രോ മനസ്സിലായോ? നമ്മ പൊളിച്ച് അല്ലേ? ത്രിപതി പറ. പക്ഷെ ഇതാണ് ഞങ്ങളുടെ പ്രയർലിമാണി. എന്റെ ഡാൻസ് മാത്രം കൊള്ളില്ലായിരുന്നു, വേറെ ഇല്ലെന്നല്ലായിരുന്നു. ഹരിക്കുട്ടൻ എയറിലും കുഴപ്പമില്ല. അവിടെ ആരൊക്കെ ഉണ്ട്? ബേസിലുണ്ട്, പൃഥ്വിയുണ്ട്, സുരാജ് ഉണ്ട്. അടുത്തത് ഞാൻ. എങ്ങനെയുണ്ട് എയറില്? സുഖാണോ? എനിക്ക് മറ്റേ ഇത് ഫീലിങ്സ് അത് കളിക്കണ ഒരു കറങ്ങി ഞാൻ എന്നിട്ട് കളിച്ച് വേറെ ആരെങ്കിലും കളിക്കുക. വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ പരിപാടികൾക്ക് ശേഷം ബാൻഡ് മേളുണ്ടായിരുന്നു. അതിനിടയിൽ ഇതാണ് കാർത്തിക്. പൊളി മെമ്പറാണ്. ആള് പിന്നെ തമിഴനാണ്. എൻ്റെ വ്ലോഗിന് വേണ്ടി കട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങളിവിടെ മെട്രോ സ്റ്റേഷൻ സ്വന്തം കുടുംബം പോലെ കണ്ടു.
അതെടുക്കാൻ